നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് സുസജ്ജമാണെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. എൽ.ഡി.എഫ് സർക്കാരിനെതിരെയുള്ള ജനവിധി ജനങ്ങൾ ആഗ്രഹിക്കുന്നതായും സണ്ണി ജോസഫ് പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനായി യു.ഡി.എഫ് സുസജ്ജമാണെന്ന് കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ്. എൽ.ഡി.എഫ് സർക്കാരിനെതിരെയുള്ള ജനവിധി ജനങ്ങൾ ആഗ്രഹിക്കുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് വ്യക്തമാക്കി. പി.വി. അൻവർ ഉയർത്തിയ ജനകീയ വിഷയങ്ങൾക്ക് എൽ.ഡി.എഫ് മറുപടിയില്ലെന്ന് സണ്ണി ജോസഫ് കുറ്റപ്പെടുത്തി. സ്ഥാനാർത്ഥി നിലമ്പൂരിലെ വോട്ടർ പട്ടികയിലുണ്ടാകും. ചിയർഫുൾ സ്ഥാനാർത്ഥിയാകും. ജോയ്സസ് വിക്ടറി ഉണ്ടാകും. അരിയാടൻ ഷൗക്കത്തും വി.എസ്. ജോയിയും രണ്ടുപേരും യോഗ്യരാണ്. ജോയ് എന്നത് മനോഹരമായ പേരല്ലേ എന്ന് സണ്ണി ജോസഫ് ചോദിച്ചു. നാളെ വരെ കാത്തിരിക്കേണ്ടതില്ല, പെട്ടെന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് സണ്ണി ജോസഫ് വ്യക്തമാക്കി. സുശക്തമാണ്, വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും. എൽ.ഡി.എഫ് സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനവിധി കേരളം ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് നേരത്തെ പ്രഖ്യാപിക്കേണ്ടതായിരുന്നു. മഴയായതിന്റെ ഒരു പ്രയാസം ജനങ്ങൾക്കുണ്ടാകും. എങ്കിലും യു.ഡി.എഫ് ഇലക്ഷനിൽ ശക്തമായിട്ടുള്ള മുന്നേറ്റം കാഴ്ചവെക്കും. ആരാവുന്നുള്ള മുൻവിധിയോടെയല്ല, വളരെ തുറന്ന മനസ്സിന് ചർച്ചകൾ ആരംഭിച്ചു. നല്ല സ്ഥാനാർത്ഥികളുണ്ട്, ഒന്നിലേറെ സ്ഥാനാർത്ഥികളുണ്ട്. എല്ലാം പരിഗണിച്ച് ഒറ്റ സ്ഥാനാർത്ഥിയിലേക്ക് എത്തിച്ചേരും നേതൃത്വം. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് പ്രഖ്യാപിക്കേണ്ടത്. കേരളത്തിൽ ഇലക്ഷൻ കമ്മിറ്റി അംഗങ്ങളുണ്ട്. അവരുമായിട്ട് ഞാനും പ്രതിപക്ഷ നേതാവ് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു റിപ്പോർട്ട് ഞങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിക്കും. അവരാണ് അന്തിമമായിട്ട് അറിയിക്കേണ്ടത്. അറിയിപ്പ് വന്നാൽ നിങ്ങളെ അറിയിക്കും. ഈ അൻവർ എഫക്ട് എത്രത്തോളം ഉണ്ടാവും? നന്നായിട്ടുണ്ടോ? അൻവറിനെതിരെ രൂക്ഷമായ വിമർശനമാണ് CPM സംസ്ഥാന സെക്രട്ടറി ഉന്നയിച്ചത്. യുവദാസാണ് നേരത്തെ തന്നെ LDF-നെ വഞ്ചിച്ച് യുഡിഎഫിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തിയതെന്ന് നമുക്കറിയാമായിരുന്നു. ഇപ്പോൾ യുഡിഎഫിന്റെ കൂടെ ചേർത്തിരിക്കുന്നു. യുവദാസാണ് അൻവർ ഉയർത്തിയ കാര്യങ്ങൾക്കൊന്നും CPM-നോ ഗവൺമെന്റിനോ മറുപടി പറയാൻ സാധിച്ചിട്ടില്ല. പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് അൻവർ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത്. പോലീസിലെ അഴിമതി ഭരണത്തിനെതിരെയാണ് അൻവർ മുന്നോട്ട് പോകുന്നത്. അഴിമതിക്കാരെ സഹായിക്കുന്ന, സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ നയമാണ് അൻവർ തുറന്നു കാട്ടിയത്. മറ്റൊന്ന് അവിടുത്തെ ജനകീയ ജീവൻ പ്രശ്നമാണ്. വന്യമൃഗ ശല്യമാണ് ഏറ്റവും രൂക്ഷമായിട്ട്. നിലമ്പൂരിന്റെ മലയോര പ്രദേശങ്ങൾ ഉൾപ്പെടെ എത്ര ആളുകളോടെ മരിച്ചിട്ടുണ്ട്. ആ വിഷയത്തിന് പരിഹാരമുണ്ടോ? അപ്പൊ അൻവർ ഉയർത്തിയിട്ടുള്ള ജനകീയ വിഷയങ്ങൾക്ക് CPM-നോ ഗവൺമെന്റിനോ മറുപടിയില്ല. വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അദ്ദേഹം ജനപക്ഷത്ത് നിന്ന് ശരിയായ നിലപാട് സ്വീകരിച്ചു.